നമ്മൾ മണിച്ചിത്രത്താഴിൽ വലിയൊരു വേർഷൻ കണ്ടു അല്ലേ? അത് അല്ലെ, നമ്മൾ ഹിപ്നോസിസം എന്താണെന്ന് മോഹൻലാല് ഉണരൂന്ന് ഇങ്ങനെ ഈ ഒരു സാധനത്തിനകത്താണ് നമ്മൾ പിടിക്കുന്നത്. അതാണ് നമുക്കറിയണ ആകെയുള്ള മലയാളികളുടെ ഹിപ്നോസിസം എന്ന് പറയുന്നത്. അതിനകത്ത് വേറൊരു രീതി പ്രയോഗിച്ചിരിക്കുന്നു അല്ലെ, അതുവരെ കാണാത്ത ഒരു രീതി. പെട്ടെന്നൊരു സണ്ണി വരുന്നു, അതിന് വളരെ വളരെ ലൈറ്റ് ആയിട്ടാണെങ്കിലും വളരെ ഹാർഡായിട്ടാണെങ്കിലും മലയാളികളുടെ മനസ്സിൽ എപ്പോഴും ഉള്ളൊരു സാധനം. അപ്പൊ അത് ഹിപ്നോസിസം തന്നെയാണോ, അത് ഹിപ്നോസിസത്തിന്റെ വേറെ ഏതെങ്കിലും ഭാഗമായിട്ടാണോ അത് ചിത്രീകരിച്ചിരിക്കുന്നത്? ഇതിനകത്ത് മോഹൻലാൽ എന്ന് പറയുന്ന കഥാപാത്രം സണ്ണി, ഡോക്ടർ സണ്ണി എന്ന് പറയുന്ന കഥാപാത്രം ഉപയോഗിച്ചിരിക്കുന്ന ഏജ് റിഗ്രഷൻ ആണ്. എന്തുകൊണ്ടാണ് അയാൾ ഈ പറയുന്ന മോഹൻലാൽ ഇപ്പോൾ അല്ലിക്കാവ് മറ്റേ ഗംഗയുടെ ബാല്യം അന്വേഷിച്ച് എന്താണ് പുള്ളിക്കാരി ചെയ്തത്, ആ സമയത്ത് എന്തായിരുന്നു എന്ന് അന്വേഷിക്കാൻ വേണ്ടി പോയതുണ്ട്. അതാണ് നമ്മൾ ഏജ് റിഗ്രഷനിൽ യൂസ് ചെയ്യുന്ന സെയിം ടൂൾ. അത് കുറച്ച് സിനിമാറ്റിക്കലി കാണിച്ചിട്ടുള്ളൂ. അതിനുശേഷം ഇമോഷണൽ കെത്തർസിസ് എന്ന് പറയും. എന്ന് വെച്ചാൽ നമ്മൾ പ്രോബ്ലം ഉണ്ടായി കഴിഞ്ഞാൽ പ്രോബ്ലം വലുതാക്കി കാണിച്ചിട്ട് അതിന് നമ്മൾ എക്സ്ട്രീമായിട്ട് ബോസ്റ്റ് ഔട്ട് ചെയ്യും. അതാണ് പുള്ളിക്കാരി ആ ബോഡി കൊണ്ടുപോയിട്ടിട്ട് വെട്ടി 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 തീർത്ത ഇമോഷണൽ കെത്തർസിസ് ചെയ്യാന്ന് പറയും. അത് കഴിയുമ്പോൾ ആൾ ഓക്കെ ആയി, റിലീസായി, ആ പ്രോബ്ലത്തിൽ നിന്ന് റിലീസായി. സെയിം സംഭവമാണ് നമ്മൾ ഏജ് റിഗ്രഷനിൽ ഞാൻ ചെയ്യുന്ന ഹിപ്നോസിസ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മളെപ്പോലെ ഇതുപോലെ ആക്ടിവിറ്റീസ് ചെയ്യിക്കുന്നില്ലല്ലോ, ഇങ്ങനെ അതിൽ നമ്മൾ വളരെ വിസിബിൾ ആയിട്ട് നമുക്ക് മനസ്സിലാവാൻ വേണ്ടി സിനിമാറ്റിക്കലി കാണിച്ചതാണെന്ന് വിശ്വസിക്കാം അല്ലെ? അങ്ങനെ ആയിരിക്കും അത് ചെയ്തിട്ടുണ്ടാവുക. കാണിച്ചു കൊടുക്കാറുണ്ട്. ഇപ്പോൾ തെറപ്പി ചെയ്യുമ്പോഴേക്കും ചിലപ്പോൾ മരിച്ച ആളാണ്, നമുക്ക് മരിച്ച ഒരാളുടെ വിഷമത്തിലാണ് ഇരിക്കുന്നതെങ്കിൽ ആ മരിച്ച ആളെ കണ്ണടച്ചാലും മരിച്ച ആളെ കാണിച്ചു കൊടുത്തിട്ടായിരിക്കും നമ്മൾ ചെയ്യുന്നത്. മരിച്ച ആളായിരിക്കത്തില്ല, ഹാലൂസിനേറ്റ് ചെയ്യിച്ചിട്ട് അവരുടെ ഇമോഷൻസിനെ എടുത്ത് കംപ്ലീറ്റ്ലി റിലീസ് ചെയ്ത് കളഞ്ഞിട്ട് അവർ തിരിച്ച് ബാക്ക് സ്റ്റേജിലേക്ക് കൊണ്ടുവന്ന് അവിടെ റീപ്രോഗ്രാം ചെയ്തിട്ടായിരിക്കും ചെയ്യുന്നത്. ഇതിൽ ഞാൻ ഇപ്പോൾ സ്റ്റേജ് പ്രോഗ്രാം ചെയ്യുന്ന ആളുകൾ ഞാൻ കൃത്യമായിട്ട് ഇതിന് ഞാൻ കണ്ടം ചെയ്യാൻ പറയാം. കാരണം ഒരിക്കലും നമ്മൾ ഈ പറയുന്ന ഇങ്ങനത്തെ ഹാലൂസിനേഷൻസ് കൊടുക്കരുത്. അത് ഇപ്പോൾ പുറം രാജ്യങ്ങളാണെങ്കിൽ സ്റ്റേജ് ഷോസ് ബാൻഡാണ്. പക്ഷെ ആ സിനിമയിൽ വളരെ വളരെ വൃത്തിയിൽ അത് ചെയ്തിട്ടുണ്ട്. കാരണം പാട്ട് സീനില് നമ്മളെ കാണിക്കുന്ന രംഗത്തിൽ അതിന്റെ യഥാർത്ഥ സീനും നാഗവല്ലി കാണുന്ന വിഷനിൽ വേറെയുമാണ് കാണുന്നത്. അത് നമ്മളെ മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നേ ഇല്ല, വളരെ കൃത്യമായിട്ട് അത് പ്ലേസ് ചെയ്തിട്ടുണ്ട്. അത് അത്ര ക്ലാസിക് ആയിട്ട് നിൽക്കുന്ന ഒരു പക്ഷെ അതുകൊണ്ടായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് അതിനകത്ത്. അതിനുശേഷം വീണ്ടും മോഹൻലാൽ എന്ന് പറഞ്ഞ ഡോക്ടർ സണ്ണി എന്ന കഥാപാത്രം ഇവരെ ഈ സംഭവത്തിന് ശേഷം വീണ്ടും പോസ്റ്റ് ഹിപ്നോട്ടിക് സ്റ്റേറ്റിലേക്ക് കൊണ്ടുവന്നതിന് ശേഷം വീണ്ടും നിങ്ങളെങ്ങനെയാണ്, ഹാപ്പിയാണ്, ഇതാണ് സംഭവം പറഞ്ഞ് കൺവിൻസ് ചെയ്യുന്നില്ലേ. ഇതൊക്കെ ചെയ്താലേ ഈ പ്രോസസ്സ് കംപ്ലീറ്റ് ആവുള്ളൂ. ഇല്ലെങ്കിൽ നമ്മൾ ഈ സ്റ്റേജിൽ കാണിക്കുന്ന പരിപാടി ഒറ്റയടി കണ്ണു തുറന്നും ഇങ്ങനെ മരിച്ച ആളെ കാണിച്ചു പോയിട്ട് ഷോ കാണിക്കാൻ വേണ്ടി ഒരുപാട് ചെയ്യാം. പക്ഷെ അത് ഭയങ്കര ഡേഞ്ചറാണ്. ഞാൻ പറഞ്ഞത് ഡേഞ്ചറാണത്. കാരണം ഒരിക്കലും കൊടുക്കാൻ പാടില്ല. ഈ സ്റ്റേജ് ഷോസ് ഇങ്ങനെ കാണിക്കാനേ പാടില്ല എന്നുള്ളതാണ്. അതിനൊരു ബാക്കി പത്രോടെ ഉണ്ടല്ലോ. അത് ആ പ്രോബ്ലം എടുത്ത് കളിച്ചുമ്പോൾ കാണിച്ചിട്ട് കാര്യമില്ല. അതിനൊരു ബാക്കി ഇമോഷൻസ് എന്താണെന്നുള്ള എടുത്ത് കളയാതെ ഒരിക്കലും അത് ചെയ്യാൻ പാടില്ല. ഞാനിപ്പോൾ സ്റ്റേജിൽ ഒരുപാട് കാണും. എനിക്കത് കാണുമ്പോൾ ചില സമയത്ത് ഭയങ്കര സങ്കടം തോന്നും. പക്ഷെ വെസ്റ്റേൺ കൺട്രീസിലൊക്കെ അത് ഭയങ്കരമായിട്ട് യൂസ് ചെയ്യുന്ന ഒരു സാധനമാണല്ലോ മെസ്മറിസം. ഏറ്റവും ടോപ്പ് ലെവലിൽ യൂറോപ്യൻ കൺട്രീസിലാണെങ്കിൽ യൂസ് ചെയ്യുന്നുണ്ട്. നമ്മളിവിടെ അറിഞ്ഞു വരുന്നുള്ളൂ. അതെ, ഇവിടെയുള്ള മെന്റലിസ്റ്റുകൾ അത് ചെയ്ത് തുടങ്ങിയിട്ടേ ഉള്ളൂ. പക്ഷെ അത് വലിയ തോതിൽ പോകുന്നില്ല. എന്നാലും ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ ഇപ്പൊ എല്ലാവരും ചെയ്തു തുടങ്ങിയിട്ടുണ്ടെന്ന് തോന്നുന്നു. മെസ്മറിക് ഷോസ് ആണ്. ഞാൻ കുറച്ച് വീഡിയോസ് തരാം. ഞാൻ ചെയ്യുന്നതിന്റെ കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അവര് നമ്മൾ ചെയ്താലും നമ്മളത് കംപ്ലീറ്റ് ചെയ്ത് ആ തെറപ്പി കംപ്ലീറ്റ് ചെയ്തിട്ട് അവിടുന്ന് അവർ വിടുള്ളൂ. അല്ലെങ്കിൽ ആ ഇമോഷൻസ് എവിടെയെങ്കിലും അവിടെ മനസ്സിലുണ്ട്. ഇപ്പോഴാണെങ്കിൽ കുറച്ച് നാളുകൾക്ക് ശേഷമായിരിക്കും റിഫ്ലക്ട് ചെയ്യുന്നത്.